ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസ് ആണ്. ഞാൻ പറയാതെ തന്നെ ഈ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓവർസിയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കൊരു 4 to 5 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അതിനേക്കാളും കൂടുതലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വരുന്ന 24 എക്സാമിനും ഇനി വരാൻ പോകുന്ന വാട്ടർ അതോറിറ്റി ട്രേസറിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. സോ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. നമ്മൾ 10th വരെ പഠിച്ച ബേസിക് മാത്തമെറ്റിക്സ് മാത്രമേ ഇതിൽ ചോദിക്കാറുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ വാട്സപ്പിൽ ഒരു ജോബ് ഡിസ്കഷൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്യുവർലി ഫോർ ജോബ് ഡിസ്കഷൻ ആണ്, അല്ലാണ്ട് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ എപ്പോഴും വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. സോ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് എല്ലാം കിട്ടും, ജോബ് അപ്ഡേറ്റ്സ് എല്ലാം കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. So friends, welcome to our channel. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഹാവിംഗ് ബേസ് 10 cm ആൻഡ് ഹൈറ്റ് 5 cm. അപ്പോൾ ക്വസ്റ്റ്യന് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്നതാണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിലും ഏത് ട്രയാങ്കിൾ ആണെങ്കിലും അതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ഹൈറ്റ്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ബേസ് 10 cm എന്നും ഹൈറ്റ് 5 cm തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഏരിയ 25 cm² ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വൺ സൈഡ് ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് 8 meter ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 10 meter. ദെൻ ഏരിയ ഓഫ് ദ ഫീൽഡ് ഈസ്. അപ്പോൾ ക്വസ്റ്റ്യന് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഒരു റെക്ടാങ്കുലർ പ്ലോട്ടിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് 8 meter ആണ്, അതിൻ്റെ ഡയഗണൽ 10 meter ആണ്. അങ്ങനെയാണെങ്കിൽ ആ പ്ലോട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു സൈഡ് 8 meter ഒരു ഡയഗണൽ 10 meter ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇനി ഈ ഒരു ബ്രെഡ്ത്ത് അറിയത്തില്ല, ലെങ്തും അറിയാം ഡയഗണലും അറിയാം, ബ്രെഡ്ത്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ നമുക്കിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം എന്താണ് പറയുന്നത്? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ നമുക്ക് ഹൈപ്പോട്ടന്യൂസും ഉണ്ട് ബേസും ഉണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഏതാണ്? ഈ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ബേസ് ആണ്, ബ്രെഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഞാൻ ബ്രെഡ്ത്ത് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ √10² മൈനസ് 8², അത് √36 എന്ന് വരും. അപ്പോൾ അത് 6 meter ആണ് ബ്രെഡ്ത്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെങ്തും കിട്ടി ബ്രെഡ്ത്തും കിട്ടി. സോ റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 8 × 6 48 meter² ആണ് ഫീൽഡിൻ്റെ ഏരിയ കിട്ടുന്നത്. Find the area of a sector of a circle whose radius is 14 cm and the length of the arc of sector is 28 cm. അപ്പം നമുക്ക് ഒരു സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കിളിൻ്റെ റേഡിയസ് 14 cm ആർക്ക് ലെങ്ത് 28 cm എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഒരു സെക്ടർ, അതായത് സർക്കിളിൻ്റെ ഒരു പാർട്ടാണ് സെക്ടർ. ഇവിടെ 2 റേഡിയസും പിന്നെ ഒരു ആർക്ക് ലെങ്തൂടെ ബൗണ്ട് ചെയ്യുന്നതാണ് ഒരു സെക്ടർ എന്ന് പറയുന്നത്. ഇതാണ് ഈ സെക്ടറിൻ്റെ ആംഗിൾ തീറ്റ. ഇനിയിപ്പോൾ ഇതിനെയാണ് നമ്മൾ ആർക്ക് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഈ കർവ്ഡ് ലെങ്ത് ആണ് ആർക്ക് ലെങ്ത്. ഇത് രണ്ടും സർക്കിളിൻ്റെ റേഡിയസ് തന്നെയായിരിക്കും. അപ്പോൾ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² × θ/360 ആണ്. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സർക്കിളിൻ്റെ ഏരിയ, ഫുൾ സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ വരുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 ഡിഗ്രി വരുമ്പോഴത്തേക്കും ഏരിയ πr² ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്ടറിൻ്റെ തീറ്റ ഡിഗ്രി അല്ലേ ഉള്ളൂ. തീറ്റ ഡിഗ്രിക്ക് എത്ര ഏരിയ കിട്ടുമെന്ന് നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് എത്ര വരുന്നത്? πr² × θ/360 എന്ന് കിട്ടുന്നത്. ഇനി ഇവിടെ നമ്മൾ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഡിഗ്രീസിലാണ്. ഇനി ഇത് തീറ്റ റേഡിയൻസിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇക്വേഷൻ 1/2 r² θ ആണ്. തീറ്റ റേഡിയൻസിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഉള്ളത് ഈ ആർക്ക് ലെങ്തിൻ്റെ ഇക്വേഷൻ ആണ്. ആർക്ക് ലെങ്ത് = L = R × θ ആണ്.
ഈ r ഇൻറ്റു തീറ്റ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആർക്ക് ലെങ്ത് കിട്ടും. അപ്പോൾ ഈ 3 ഇക്വേഷനാണ് നമുക്കിതിൽ പഠിച്ചു വെക്കാനുള്ള സെക്ടറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് സർക്കിളിൻ്റെ റേഡിയസ് 14 സെൻറ്റിമീറ്ററും അതിൻ്റെ ആർക്ക് ലെങ്ത് 28 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ തീറ്റ വേണം. റേഡിയസ് നമുക്കുണ്ട്, പക്ഷെ തീറ്റ നമുക്കറിയത്തില്ല. അപ്പോൾ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ L=r തീറ്റയാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? തീറ്റ കണ്ടുപിടിക്കാം. അപ്പോൾ തീറ്റ എത്രയെന്ന് വരും? L/r ആണ് തീറ്റ. L എത്രയാണ്? 28, റേഡിയസ് 14 ആണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ 28/14 ചെയ്താൽ നമുക്ക് എത്ര വരും? 2 എന്ന് കിട്ടും. അത് നമുക്ക് റേഡിയൻസിലാണ് കിട്ടുന്നത്. അപ്പോൾ റേഡിയൻസിലാണെങ്കിൽ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? 1/2 ഇൻറ്റു r² തീറ്റയാണ്. റേഡിയസ് എത്രയാണ്? 14² ഇൻറ്റു 2, തീറ്റ 2 ആണ്. സോ ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആയി പോയിട്ട് 14² മാത്രം വരും. 14ൻ്റെ സ്ക്വയർ എത്രയാണ്? 196 ആണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്ന സെക്ടറിൻ്റെ ഏരിയ ഓപ്ഷൻ സി 196 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ 36 സെൻറ്റിമീറ്റർ ആൻഡ് 24 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. അപ്പോൾ റോംബസിൻ്റെ ഡയഗണൽസ് അറിയാമെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ½ ഇൻറ്റു d1 d2 ആണ്. d1ഉം d2 ആണ് ഡയഗണൽസ്. ഇവിടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് ഡയഗണൽസ് 36ഉം 24ഉം ആണെന്ന്. സോ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 432 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ കിട്ടുന്നത്. So next question is, find the side of a square plot whose area is 38.44 meter square. ഒരു സ്ക്വയർ പ്ലോട്ടിൻ്റെ സൈഡാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ ഏരിയ 38.44 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഒരു സ്ക്വയറിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? സൈഡ് ഇൻറ്റു സ്ക്വയർ. അതായത് സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താലാണ് ഏരിയ കിട്ടുന്നത് സ്ക്വയർ. സ്ക്വയർ ആകുമ്പോൾ എന്താണ് പ്രത്യേകത? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. 4 സൈഡും ഈക്വൽ ആയിട്ടുള്ളതാണ് സ്ക്വയർ എന്ന് പറയുന്നത്. സോ ഇവിടെ a² എന്ന് പറയുന്നത് a ആണ് ഇവിടെ സൈഡായിട്ട് എടുത്തിരിക്കുന്നത്. a² ആണ് 38.44. സോ a = √38.44. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 38.44ൻ്റെ റൂട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം 36 ആയിരുന്നെങ്കിൽ അത് 6 ആയിരുന്നല്ലോ. √36 എടുത്താൽ 6 മീറ്റർ എന്ന് കിട്ടും. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് 38.44 ആണ്. പിന്നെ നമുക്ക് ഓപ്ഷനിലുള്ളത് 6.9ഉം 6.2 ആണുള്ളത്. അപ്പോൾ 6.9 എന്ന് പറഞ്ഞാൽ 7ന് അടുത്ത വാല്യൂ ആണ്. അപ്പോൾ 7² 49 ആണ്. സോ 6നും 7നും ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും √38.44 എന്ന് വരുന്നത്. 6.9 വരത്തില്ല. എന്തുകൊണ്ടാണ്? 7² 49 ആയി. സോ 6.9 എന്ന് പറയുന്നത് ആ 49 അടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. സോ ഇവിടെ ആൻസർ നമുക്ക് ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ ഡി 6.2 ആണ്. 6.2ൻ്റെ സ്ക്വയർ ആണ് 38.44 എന്ന് പറയുന്നത്. വോളിയം ഓഫ് എ ക്യൂബ് വിത്ത് സൈഡ് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ 7 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും സമയം നമ്മൾ നോക്കിയത് പ്ലെയിൻ ഫിഗേഴ്സിൻ്റെ ഏരിയ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് ഫിഗേഴ്സിൻ്റെ ഏരിയയും. സോളിഡ് ആയതുകൊണ്ട് അതിനൊരു വോളിയം ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ ക്യൂബും ക്യൂബോയിഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഞാൻ രണ്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ക്യൂബാണ്, ഇതൊരു ക്യൂബോയിഡാണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ക്യൂബ് ആണെങ്കിൽ എല്ലാ ഫേസസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ക്യൂബ് ആണെങ്കിലും ക്യൂബോയിഡ് ആണെങ്കിലും അതിന് എത്ര ഫേസ് ഉണ്ടായിരിക്കും? 6 ഫേസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ ബോട്ടം ഫേസ്, ടോപ്പ് ഫേസ്, പിന്നെ ഇത് ഇവിടുത്തെ ഈ ഫേസ്, 2 സൈഡിലെ ഫേസ്, പിന്നെ ബാക്ക് ഫേസും ഫ്രണ്ട് ഫേസും, അങ്ങനെ 6 ഫേസ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഈ ക്യൂബോയിഡ് ആകുമ്പോൾ എന്താണ്? എല്ലാ ഫേസസും ഈക്വൽ അല്ല. അതിനെയാണ് നമ്മൾ ക്യൂബോയിഡ് എന്ന് വിളിക്കുന്നത്. ഇനി ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയയും വോളിയവും ഞാൻ ആദ്യം പറയാം. ക്യൂബോയിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയത്തിൻ്റെ ഇക്വേഷൻ. ഇനി സർഫസ് ഏരിയ. അപ്പോൾ നമ്മൾ ഓരോ സർഫസ് ഏരിയ എടുത്ത് ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സർഫസ് എടുക്കാം. ഈ ടോപ്പിലെ സർഫസ് ആണ് ആദ്യം എടുക്കുന്നത്. ടോപ്പിലെ സർഫസിൻ്റെ ഏരിയ ആയിരിക്കും ഇത്ര ആയിരിക്കും. ഒരു റെക്റ്റാങ്കിൾ ആണ് അവിടെ വരുന്നത്. സോ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് L/W ആയിരിക്കും ടോപ്പ് ഫേസിൻ്റെ ഏരിയ. അത് തന്നെ ആയിരിക്കൂലേ ബോട്ടം ഫേസിൻ്റെ ഏരിയ. ബോട്ടവും L/W ആണ്. ഇനി അടുത്തത് ഈ ഫേസ് എടുക്കാം. നമുക്ക് ഈ കാണുന്ന ഫ്രണ്ട് ഫേസ് ആൻഡ് ബാക്ക് ഫേസ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്തായിരിക്കും വരുന്നത്?
എൽ ഇൻറ്റു എച്ച് ആയിരിക്കും ആ ഫേസിൻ്റെ ഏരിയ. സെയിം തന്നെ ആയിരിക്കും ബാക്ക് ഫേസ്. അപ്പോൾ രണ്ട് ഫേസ് കൂടാകുമ്പോൾ 2 ഇൻറ്റു എൽ ഇൻറ്റു എച്ച്. ഇനിയുള്ള ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഫേസ് അല്ലേ ഉള്ളൂ, ഈ ഒരു ഫേസും ഈ ഇവിടെ കാണുന്ന ഈ സൈഡിലെ ഫേസും. സോ ഈ ഫേസിൻ്റെ ഏരിയ എത്രയായിരിക്കും വരുന്നത്, ഡബ്ല്യു ഇൻറ്റു എച്ച്. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. സോ 2 ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എച്ച്. ഇതാണ് ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയയുടെയും വോളിയത്തിൻ്റെ ഇക്വേഷൻ. ഇനി വരുന്നത് ക്യൂബിൻ്റെ ആണ്. അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് ഇതെല്ലാം ഈക്വൽ ആണ്, എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് എ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്, 6a² ആയിരിക്കും ക്യൂബിൻ്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. ഇനി ക്യൂബിൻ്റെ വോളിയം എന്തായിരിക്കും, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ലെങ്തും വിഡ്ത്തും ഹൈറ്റും എല്ലാം സെയിം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ എന്ന് എടുത്തു കഴിഞ്ഞാൽ വോളിയം ഓഫ് ക്യൂബ് എത്രയായിട്ട് നമുക്ക് a³ എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വെക്കുക, ക്യൂബിൻ്റെയും ക്യൂബോയിഡിൻ്റെയും. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ്. സൈഡ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 7 ക്യൂബാണ് സൈഡ്, 7 ആണ് സൈഡ് പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ എത്രയാണ് വരുന്നത്, 7ൻ്റെ ക്യൂബ് 343. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ ഓഫ് ഡയമീറ്റർ 17 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു 17 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഹെമിസ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്പിയറും ഹെമിസ്ഫിയറൊക്കെ എന്താണെന്ന് നോക്കാം. ഈ ഫിഗർ കാണിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഒരു സോളിഡ് സ്ട്രക്ചറാണ്. അപ്പോൾ ഇവിടെ റേഡിയസ്, സ്പിയറിൻ്റെ റേഡിയസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ സ്പിയറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ 4/3 πr³ ആണ്. സോ ഇവിടെ r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ ഈ സ്പിയറിനെ നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഹെമിസ്ഫിയർ. അതിൻ്റെ റേഡിയസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് സ്പിയറിൻ്റെ വോളിയം 4/3 πr³ ആണെങ്കിൽ ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്തായിരിക്കും, ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. സോ അതിൻ്റെ വോളിയം 2/3 πr³ എന്ന് കിട്ടും. നമുക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് വെച്ചാൽ 2 ടൈംസ് ഓഫ് റേഡിയസ്, ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ റേഡിയസ് എന്തായിരിക്കും വരുന്നത്, 17/2 ആയിരിക്കും റേഡിയസ് കിട്ടുന്നത്. അപ്പോൾ ഈ വോളിയത്തിൻ്റെ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്, റേഡിയസ് 17/2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1286.22 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഈ പൈയുടെ വാല്യൂസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എത്രയൊക്കെയാണ് വരുന്നത്, 3.14 ആൻഡ് പിന്നെ 22/7 എന്ന് പറയുന്ന ഒരു വാല്യൂം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ്, 3.14 ആണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടുന്നത്, അതോ 22/7 ആണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് എന്ന് നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 22/7 ആണെങ്കിൽ നമുക്ക് ഈസിയാണ്, എന്താണ്, കട്ട് ചെയ്ത് കളയാൻ ഈസി ആയിരിക്കും. സോ ഇങ്ങനത്തെ കേസ് ഫ്രാക്ഷൻ വരുമ്പോൾ 22/7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബക്കറ്റ് ഓഫ് ബേസ് ഡയമീറ്റർ 24 സെൻറ്റിമീറ്റർ, top diameter 40 centimeter and height 30 centimeter is filled with water. Find the weight of water. അപ്പോൾ നമുക്കൊരു ബക്കറ്റിൽ അതിൻ്റെ ബേസ് ഡയമീറ്ററും ടോപ്പ് ഡയമീറ്ററും ഹൈറ്റും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം ഈ ബക്കറ്റിൻ്റെ ഷേപ്പാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബക്കറ്റ് ഈ ഒരു ഫ്രസ്റ്റം ഓഫ് കോണിൻ്റെ ഷേപ്പാണ് ബക്കറ്റിനുള്ളത്. അപ്പോൾ എന്താണ് ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് നോക്കാം. അതായത് നമ്മുടെ ഒരു കോണിനെ ഇതിനെ പറയുന്ന പേര് അപ്പെക്സ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ടോപ്പ് പോർഷനാണ് അപ്പെക്സ് എന്ന് പറയുന്നത്. ഈ അപ്പെക്സിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ കിട്ടുന്നതാണ് ഫ്രസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ഒരു പോർഷനെ തിരിച്ചു വെച്ചാൽ അതായിരിക്കത്തില്ല നമ്മുടെ ബക്കറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ ഡയമീറ്റർ ഉള്ളത് മുകളിലും ചെറിയ ഡയമീറ്റർ ഉള്ളത് താഴെയും വരും. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഡയമീറ്റർ 40 സെൻറ്റിമീറ്ററും ബോട്ടം ഡയമീറ്റർ 24 സെൻറ്റിമീറ്ററും പിന്നെ ഹൈറ്റ് 30 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രസ്റ്റത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇതാണ് ഇക്വേഷൻ. 1/3 ഇൻറ്റു പൈ ഇൻറ്റു എച്ച് ഇൻറ്റു r1² പ്ലസ് r2² പ്ലസ് r1r2. അപ്പോൾ നമുക്കിവിടെ രണ്ട് റേഡിയസ് തന്നിട്ടുണ്ട്. അതായത് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്, അതിൻ്റെ ഹാഫ് എടുത്താൽ നമുക്ക് റേഡിയസ് കിട്ടും. പിന്നെ ഹൈറ്റും കിട്ടും. എച്ച് എന്ന് പറയുന്ന ഹൈറ്റാണ്, r1 വലിയ റേഡിയസ് അല്ലെങ്കിൽ ചെറിയ റേഡിയസ് ഏത് വേണോ കൊടുക്കാം, r2 അടുത്ത റേഡിയസ് ആൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എത്രയാണ് എച്ച്, ഹൈറ്റ് മീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എല്ലാം. അതുകൊണ്ടാണ് 0.3 മീറ്റർ വന്നിരിക്കുന്നത്. 30 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.3 മീറ്റർ കിട്ടും. പിന്നെ ടോപ്പ് ഡയമീറ്റർ 40 സെൻറ്റിമീറ്റർ ആണ്. സോ റേഡിയസ് വിൽ ബി 20 സെൻറ്റിമീറ്റർ, അത് 0.2 മീറ്റർ വരും.
പിന്നെ ബോട്ടം ഡയമീറ്റർ ബേസ് ഡയമീറ്റർ 24 സെൻറ്റിമീറ്റർ ആണ്. സോ റേഡിയസ് 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. 0.12 മീറ്റർ. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വോളിയം 0.0246 മീറ്റർ ക്യൂബ് ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കുന്നത് വാട്ടറിൻ്റെ? നമുക്കറിയാം ഈ ബക്കറ്റിൻ്റെ വോളിയം നമുക്ക് 0.0246 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വെയിറ്റ് ആണ്. വി നോ ദാറ്റ് ദ ഡെൻസിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അതിപ്പോൾ നമുക്കിപ്പോൾ ഓപ്ഷനിലുള്ളത് കിലോഗ്രാമിലാണ് ചോദിച്ചിരിക്കുന്നത് വെയിറ്റ്. അതുകൊണ്ട് നമ്മൾ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോ ന്യൂട്ടണിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ അത് എത്രയാണ് കൊടുക്കണം? 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോ ന്യൂട്ടണിലാണ് ആൻസർ ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 0.0246 ഇൻറ്റു 1000. അപ്പോൾ ആൻസർ 24.6 കിലോഗ്രാം എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷനിൽ നോക്കുമ്പോഴത്തേക്ക് ഇതിനടുത്ത് നിൽക്കുന്ന വാല്യൂ എത്രയാണ്? ഓപ്ഷൻ എ 25.34 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് ഫോർമുല ഫോർ ദി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ. അപ്പോൾ ഒരു കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു റൈറ്റ് സർക്കുലർ കോൺ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ്, ഹൈറ്റ്, സ്ലാൻ ഹൈറ്റ്, ഇൻക്ലൈൻഡ് ലെങ്ത് ആണ് സ്ലാൻ ഹൈറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഒരു സർക്കിളും ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കോൺ പോർഷനും ഉണ്ട്. ഈ ബേസ് എന്ന് പറയുന്നത് സർക്കിളാണ്. സോ അതിൻ്റെ ഏരിയ നമുക്കറിയാം. സർക്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? πr² ആണ്. ഇനി ഈ കോൺ പോർഷൻ്റെ ഏരിയ വരുന്നത് πrl ആണ്. ഈ ഒരു കോൺ പോർഷൻ്റെ ഏരിയ വരുന്നത്. സോ ടോട്ടൽ സർഫസ് ഏരിയ എത്രയായിരിക്കും വരുന്നത്? ഈ πr² പ്ലസ് π ഇൻറ്റു r ഇൻറ്റു l. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് വരുന്നത്? ഇവിടെ നിന്ന് നമുക്കൊരു πr കോമൺ ആയിട്ട് എടുക്കാം. πr ഇൻറ്റു r പ്ലസ് l. ഇവിടെ r എന്ന് പറയുന്നത് റേഡിയസ് ആണ്, l എന്ന് പറയുന്നത് ഈ സ്ലാൻ ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ സ്ലാൻ ഹൈറ്റ് തന്നിരിക്കുന്നത് എസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷനിൽ നോക്കി ഏതായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ πr ഇൻറ്റു s പ്ലസ് r ആണ്. അടുത്തതും കോണിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത് ഒരു റൈറ്റ് സർക്കുലർ കോണിൻ്റെ ബേസ് ഡയമീറ്റർ 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് 10 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ആ റൈറ്റ് സർക്കുലർ കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡയമീറ്റർ 6 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ ആണ്. ഈ കോണിൻ്റെ ഒരു റൈറ്റ് സർക്കുലർ കോണിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ 1/3 πr²h ആണ്. സോ ഇവിടെ നമുക്ക് എന്താണ്? r എന്ന് പറയുന്ന റേഡിയസ് ആണ്, h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് രണ്ടും ഉണ്ട്. അതായത് ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. സോ റേഡിയസ് എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും റേഡിയസ് വരുന്നത്. പിന്നെ ഹൈറ്റ് എത്രയുണ്ട്? 10 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആൻസർ തന്നിരിക്കുന്നത് പൈനെ കൺവേർട്ട് ഒന്നും ചെയ്തിട്ടില്ല. സോ പൈൻ്റെ ടേമിൽ തന്നെ ആൻസർ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഈ 3ഉം ഇവിടെ നിന്നൊരു 3യും ക്യാൻസലായിപ്പോൾ പിന്നെ 30 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ് ഇതിൻ്റെ? ഓപ്ഷൻ ഡി 30 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ റെക്ടാങ്കുലർ പ്ലോട്ട് ഓഫ് 10 meter long and 8 meter width is surrounded by a road of 2 meter wide. Find the area of the road. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ഫിഗർ എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു റെക്ടാങ്കുലർ പ്ലോട്ടാണ്. അതിൻ്റെ ലെങ്ത് 10 മീറ്റർ. അപ്പോൾ ഇതാണ് ഈ ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നതാണ് പ്ലോട്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത് 10 മീറ്ററും വിഡ്ത്ത് 8 മീറ്ററുമാണ്. അപ്പോൾ അതിന് ചുറ്റും ഒരു റോഡുണ്ട്. റോഡിൻ്റെ വിഡ്ത്ത് 2 മീറ്ററാണ്. അപ്പോൾ എല്ലാ സൈഡിലും ഈ സറൗണ്ടഡ് ബൈ ആണ്. അപ്പം ഇതിന് ചുറ്റുമാണ് ഈ റോഡുള്ളത്. ഈ റോഡിൻ്റെ വിഡ്ത്ത് 2 മീറ്റർ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റോഡിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഈ ഒരു പ്ലോട്ടിൻ്റെ വിഡ്ത്ത് 10 മീറ്ററും ലെങ്ത് 10 മീറ്ററും വിഡ്ത്ത് 8 മീറ്ററുമാണ്.
അങ്ങനെ ആണെങ്കിൽ ഈ ഇത്രയും ലെങ്ത് എത്രയായിരിക്കും, അതായത് ഈ പുറത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയായിരിക്കും വരുന്നത്? ഈ റോഡിൻ്റെ വിഡ്ത്ത് 2 മീറ്റർ ആണ്. സോ ഇവിടെ 10 പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. സോ 14 മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്. പുറത്തുള്ള റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് 14 മീറ്റർ ആണ്. ഇനി ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് 8 പ്ലസ് 2 പ്ലസ് 2. സോ അത് എത്ര വരും? 8 പ്ലസ് 4 12 മീറ്റർ വരും. അപ്പോൾ 14 പുറത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് 14 മീറ്ററും വിഡ്ത്ത് 12 മീറ്ററുമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നതാണ് റോഡ്. അപ്പോൾ അതിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് എന്ത് ചെയ്താൽ മതിയായിരിക്കും? ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? 14 × 12 മൈനസ് 10 × 8. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 88 മീറ്റർ സ്ക്വയർ ആണ്. സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഹാവിംഗ് റേഡിയസ് R ആൻഡ് ഹൈറ്റ് H ഈസ്. അപ്പോൾ R റേഡിയസും H ഹൈറ്റും ഉള്ള ഒരു സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിലിണ്ടർ കാണിച്ചിട്ടുണ്ട്. അതിന് 2 ബേസ് സർക്കിൾസ് ഉണ്ട്, ഇവിടെ ടോപ്പിലും ബോട്ടത്തിലും. സോ സർക്കിളിൻ്റെ സർഫസ് ഏരിയ എത്രയാണ്? πr² ആണ്. ഇനി നമ്മൾ ഈ സിലിണ്ടറിക്കൽ സർഫസിനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? സിലിണ്ടറിക്കൽ സർഫസിൻ്റെ ലെങ്ത് 2πr, അതായത് സർക്കിളിൻ്റെ പെരിമീറ്ററിന് ഇക്വലൻ്റ് ആയിരിക്കും. ഡിയിൽ പറയുവാണെങ്കിൽ π × d. ഇനി ഇതിൻ്റെ ഹൈറ്റ് H ആണ്. സോ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ പോലെ നമുക്ക് കിട്ടും. 2πr ലെങ്തും H വിഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിൾ പോലെ. സോ ആ സിലിണ്ടറിക്കൽ സർഫസിൻ്റെ സർഫസ് ഏരിയ എത്രയായിരിക്കും വരുന്നത്? 2πr × H ആയിരിക്കും വരുന്നത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ എങ്ങനെ വരും? ഈ 2πr² പ്ലസ് 2πrH. 2πr² എന്ന് മനസ്സിലായല്ലോ, 2 സർക്കിളിൻ്റെ πr² പ്ലസ് πr². സോ ഇവിടെ നിന്ന് നമുക്കൊരു 2πr കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് വരും? 2πr × r + h ആണ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ലെങ്ത് ഓഫ് എ റൂം ഈസ് എക്സീഡ്സ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ബൈ 10 decimeter ആൻഡ് ഇറ്റ്സ് പെരിമീറ്റർ ഈസ് 100 decimeter. ദ കോസ്റ്റ് ഓഫ് കാർപ്പറ്റിംഗ് ഇറ്റ് അറ്റ് ₹5 per meter square ഈസ്. അതായത് ഒരു റൂമിൻ്റെ ലെങ്ത് അതിൻ്റെ ബ്രെഡ്ത്തിനേക്കാളും 10 decimeter കൂടുതലാണ്. അതുപോലെ അതിൻ്റെ പെരിമീറ്റർ 100 decimeter എന്ന് തന്നിട്ടുണ്ട്. ഇനി 1 meter square കാർപ്പറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 5 രൂപയാണെങ്കിൽ ഈ ടോട്ടൽ റൂം കാർപ്പറ്റ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആകുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഈ റൂമിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 100 decimeter. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തുവാണ്? ലെങ്ത് ബ്രെഡ്ത്തിനേക്കാളും 10 decimeter കൂടുതലാണ്. അതാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് ഈസ് ഈക്വൽ ടു എത്രയാണ്? ബ്രെഡ്ത്ത് പ്ലസ് 10 decimeter. 10 decimeter കൂടുതലാണ്. പിന്നെ നമുക്ക് അറിയാം റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × L + B ആണ്. പെരിമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും ലെങ്ത് ആണ്, നമ്മൾ ടോട്ടൽ ലെങ്ത് ആണ് പെരിമീറ്റർ എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ L പ്ലസ് ഇവിടെ ഒരു L. സോ 2L പ്ലസ് പിന്നെ ഇവിടെ B പ്ലസ് B, 2L + 2B. അതാണ് 2 × L + B എന്ന് വരുന്നത്. അപ്പോൾ പെരിമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 100 decimeter ആണ്. അപ്പോൾ നമുക്ക് ലെങ്തും അറിയാം വിഡ്ത്തിൻ്റെ ടൈമിൽ. അപ്പോൾ ഈ ലെങ്തിന് നമുക്ക് ആ വിഡ്ത്തിൻ്റെ ടൈമിലുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 2 × B + 10 + B. അപ്പോൾ നമുക്ക് കിട്ടും 2 × B + B 2B + 10 എന്ന് വരും. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 4B + 20 വരും. അങ്ങനെ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 80 = 4B എന്ന് കിട്ടും. അപ്പോൾ B 20 decimeter എന്ന് കിട്ടും. അപ്പോൾ വിഡ്ത്ത് നമുക്ക് കിട്ടി 20 decimeter ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കാമല്ലോ. ലെങ്തും വിഡ്ത്തും തമ്മിലുള്ള റിലേഷനും ഉണ്ട്. സോ B + 10 dm ആണ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് എത്ര വരും? 20 + 10 30 decimeter ആണ് ലെങ്ത് വരുന്നത്. ഇനി നമുക്ക് 1 meter square ഏരിയ കാർപ്പറ്റ് ചെയ്യാൻ 5 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ റൂമിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് ടോട്ടൽ എത്ര ഏരിയ ഉണ്ടെന്ന് നോക്കിയിട്ട് അത്ര ഏരിയക്ക് എത്ര രൂപയാണെന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് × ബ്രെഡ്ത്ത്. അത് ചെയ്യുമ്പോൾ നമുക്ക് 30 × 20 ആണ് എത്ര ബ്രെഡ്ത്ത് കിട്ടിയിരിക്കുന്നത്. സോ ഏരിയ 600 decimeter square എന്ന് വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ decimeter squareലാണ് ഏരിയ കിട്ടിയിരിക്കുന്നത്. നമുക്ക് പറഞ്ഞിരിക്കുന്നത് മീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കൺവേർഷൻ അറിയണം. 1 മീറ്റർ എന്ന് പറയുന്നത് 10 decimeter ആണ്. സോ
ഒരു 100 ഡെസിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതായിരിക്കും 1 മീറ്റർ സ്ക്വയർ. ഇനി 1000 ഡെസിമീറ്റർ ക്യൂബ് ആയിരിക്കും 1 മീറ്റർ ക്യൂബ്. അപ്പോൾ ഈ 3 കൺവേർഷനും ഓർത്തിരിക്കണം. ആദ്യത്തെ മാത്രം ഓർത്താൽ മതി. 1 മീറ്റർ എന്ന് പറയുന്നത് 10 ഡെസിമീറ്റർ ആണ്. സോ ഇവിടെ എങ്ങനെയായിരിക്കും വരുന്നത്? 600 ഡെസിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 6 മീറ്റർ സ്ക്വയറിന് ഇക്വലൻ്റ് ആണ്. 1 മീറ്റർ സ്ക്വയറിന് 5 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 6 മീറ്റർ സ്ക്വയറിന് എത്രയായിരിക്കും വരുന്നത്? 6 × 5 30 റുപ്പീസ് ആയിരിക്കും വരുന്നത്. അടുത്തത് ട്രിഗണോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് സൈൻ തീറ്റയുടെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് 3/5 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം നോക്കാനുള്ള ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. ഈ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എല്ലാം നമ്മൾ പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ വെച്ചിട്ടാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ ഒരു ആംഗിളാണ് 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഈ 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഹൈപ്പോടെന്യൂസ്. അതുപോലെ ട്രയാങ്കിളിൻ്റെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള സൈഡും ഹൈപ്പോടെന്യൂസ് ആണ്. ഇനി ഈ ആംഗിളാണ് നമ്മൾ തീറ്റയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന സൈഡാണ് അഡ്ജസൻറ്റ് സൈഡ്. തീറ്റയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ്. ഇനി നമുക്ക് ഈ ഓരോ ഫങ്ഷൻസും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം സൈൻ തീറ്റയാണ് പറയുന്നത്. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. ഇനി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. അടുത്തത് ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് ടാൻ തീറ്റ വരുന്നത്. സോ എങ്ങനെയായിരിക്കും വരുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇനി അടുത്ത കൊസീക് തീറ്റയാണ്. 1 സൈൻ തീറ്റയാണ് കൊസീക് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് റിവേഴ്സ് എടുത്താൽ മതി. അപ്പോൾ എങ്ങനെ വരും? ഹൈപ്പോടെന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. സൈൻ തീറ്റ ഇടുവാണെങ്കിൽ 1 എടുത്താൽ മതി. ഇനി കോസ് തീറ്റ ആണെങ്കിൽ സീക് തീറ്റ ആണ്. 1 കോസ് തീറ്റയാണ് സീക് തീറ്റ. 1 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സീക് തീറ്റ. സോ അതെങ്ങനെ വരും? ഹൈപ്പോടെന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അടുത്തത് കോട്ട് തീറ്റയാണ്. 1 ടാൻ തീറ്റയാണ് കോട്ട് തീറ്റ. സോ അത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇനി അടുത്തത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. നമുക്ക് എപ്പോഴും ഓരോ ആംഗിളിൻ്റെയും വാല്യൂസ് നമുക്ക് അറിഞ്ഞിരിക്കണം. മിക്ക ക്വസ്റ്റ്യൻസിലും അത് കാണാറുണ്ട്. സോ നിങ്ങൾ ഈ സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ ഇത് 3ൻ്റെ കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഇത് നമുക്ക് റിവേഴ്സ് എടുത്താൽ മതി. അപ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റയുടെ 0, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയിലുള്ള വാല്യൂസ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈസിയാണ് പഠിക്കാൻ. സൈൻ തീറ്റയുടെ വാല്യൂ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കോസ് തീറ്റയുടെ വാല്യൂ പഠിക്കേണ്ട കാര്യമില്ല. അതായത് ഈ സൈൻ 0 0 ആണ്, സൈൻ 30 1/2 ആണ്, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 ആണ് 1. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചെടുക്കണം. അതായിരിക്കും കോസ് തീറ്റയുടെ വാല്യൂ. നോക്കിയേ 1 √3/2 1/√2 1/2 0. അപ്പോൾ സൈൻ തീറ്റ പഠിച്ചാൽ കോസ് തീറ്റ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സോ ഇവിടെ നോക്കിയേ 0/1 എത്രയായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. ഇനി ടാൻ 30 എത്രയാണ്? 1/2/√3/2. 2 ക്യാൻസൽ ആയി പോയിട്ട് 1/√3 വന്നു. ഇനി ടാൻ 45 ഇതിന് രണ്ടിൻ്റെ റേഷ്യോ എടുത്താൽ 1 അല്ലേ കിട്ടുന്നത്. ഇനി അടുത്ത ടാൻ 60 ആണ്. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് എത്ര വരും? √3 വരും. ഇനി അടുത്ത ടാൻ 90 വരുമ്പോൾ 1/0 ആണ്. അപ്പോൾ 0 നമുക്ക് ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നോട്ട് ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നാണ് പറഞ്ഞാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കോസിക് തീറ്റ സീക് തീറ്റ കോട്ട് തീറ്റയുടെ വാല്യൂസ് കിട്ടും. ഓക്കെ ആണല്ലോ ഇത്രയും? ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ക്വസ്റ്റ്യനിൽ സൈൻ തീറ്റയുടെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് 3/5 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൈൻ തീറ്റ എന്ന് വെച്ചാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിളിൻ്റെ ഇതാണ് ഇവിടെ തീറ്റ ആയിട്ട് വരുന്നത്. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഹൈപ്പോടെന്യൂസ് ഏതായിരിക്കും? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. സോ 5 ആണ് ഹൈപ്പോടെന്യൂസ് എന്ന് നമുക്ക് ഈ സൈൻ തീറ്റയുടെ റിലേഷനിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇനി ഓപ്പോസിറ്റ് സൈഡ്, അപ്പോൾ നമ്മൾ ഇതിനെ തീറ്റയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഏതായിരിക്കും വരുന്നത്? ഇതാണ്. അപ്പോൾ ഈ സൈഡ് 3 ആണെന്നുണ്ട്. അപ്പോൾ 3 5 കിട്ടി. ഇനി ഈ സൈഡാണ് വേണ്ടത്. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് 3 4 5 അതൊരു സൈഡായിരിക്കും, 6 8 10 ഒരു സൈഡായിരിക്കും,
ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ഓർത്ത് വെക്കുക 3, 4, 5 ആൻഡ് 6, 8, 10 അത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? 4 ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നമുക്കിത് കണ്ടുപിടിക്കാമല്ലോ, പൈതഗോറസ് തിയറം വെച്ചിട്ട് ചെയ്യാം. √5² - 3² ചെയ്താലും ഇവിടെ എത്ര വരും? 4 കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഈ 3 സൈഡും കിട്ടി. ട്രയാങ്കിളിൻ്റെ 3, 4, 5 ആണ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ്. ഇനി നമുക്ക് വേണ്ടത് കോസ് തീറ്റ ആണ്. കോസ് തീറ്റ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? 4 ആണ് അഡ്ജസൻറ്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. സോ കോസ് തീറ്റ എത്രയാണ് വരുന്നത്? 4/5 ആണ് കോസ് തീറ്റ വരുന്നത്. ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷനിൽ 4/5 എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. സോ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 + tan² θ (= ഡാഷ്). അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആദ്യം അറിയണം. അപ്പോൾ ഇവിടെ നമുക്ക് PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് 1 + tan² θ ആണ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക, ഓരോന്നിൻ്റെ റിലേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ sin θ / cos θ tan θ ആണ്. ഇനി തിരിച്ചാണെങ്കിൽ cos θ / sin θ ആണെങ്കിൽ cot θ ആണ്. ഇനി 1/sin θ cosec θ ആണ്, 1/cos θ sec θ ആണ്, പിന്നെ 1/tan θ cot θ ആണ്. ഇനി ഉള്ളത് sin² θ + cos² θ 1 ആണ്. ഇനി 1 + tan² θ sec² θ ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. 1 + cot² θ cosec² θ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഇതല്ലേ ചോദിച്ചിരിക്കുന്നത്. 1 + tan² θ എന്താണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി, sec² θ ആണ്. For an octagonal plot, the sum of measured interior angle should be. ഒരു ഒക്ടാഗണൽ പ്ലോട്ടിലെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒക്ടഗൺ ആകുമ്പോൾ ഒക്ടഗണ് എത്ര സൈഡ് ഉണ്ടെന്ന് അറിയണം. ഒക്ടഗണിന് 8 സൈഡാണ് ഉള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് പോളിഗണിലെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ ആണ്. അതിൻ്റെ ഇക്വേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് n-2 × 180 ആണ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം ഇൻ എ പോളിഗൺ. അപ്പോൾ ഇവിടെ ഒക്ടഗൺ ആയതുകൊണ്ട് അതിന് എത്രയായിരിക്കും സൈഡ്സ് ഉള്ളത്? 8 സൈഡാണ് ഉള്ളത്. അപ്പോൾ n എത്രയാണ് ഇവിടെ വരുന്നത്? 8 ആണ്. 8 - 2 × 180 ആണ് ആൻസർ കിട്ടുന്നത് നമുക്ക്. 6 × 180 ചെയ്താൽ 1080 ഡിഗ്രി ആണ് ഒക്ടഗണിൻ്റെ സം വരുന്നത്, ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം. Calculate the side of the square which will have the same area as the rectangle 50 mm by 25 mm side. ഇത് നമുക്ക് ഇപ്പോൾ നവംബർ 20 കഴിഞ്ഞ 3rd ഗ്രേഡ് ഓവർസിയറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഒരു റെക്ടാങ്കിളിൻ്റെ സൈഡ് തന്നിട്ടുണ്ട്. 50/25 mm ആണ് റെക്ടാങ്കിളിൻ്റെ സൈഡ്. അത് വെച്ചിട്ട് ഒരു സ്ക്വയറിൻ്റെ ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? സ്ക്വയറിൻ്റെ ഏരിയയും റെക്ടാങ്കിളിൻ്റെ ഏരിയയും സെയിം ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കണം. സോ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? നമുക്ക് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. സ്ക്വയറിൻ്റെ ഏരിയയും റെക്ടാങ്കിളിൻ്റെ ഏരിയയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. രണ്ടും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന എന്താണ്? റെക്ടാങ്കിളിൻ്റെ ഏരിയ അറിയാം, സൈഡ് ഉണ്ടെങ്കിൽ. L × B യിൽ റെക്ടാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ. സോ 50/25 വരും. അതെന്ന് പറയുന്നത് 1250 ആണ്. ഇനി അത് ഈക്വൽ ടു സ്ക്വയറിൻ്റെ ഏരിയ ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? A² അല്ലെങ്കിൽ സൈഡിൻ്റെ സ്ക്വയർ ആണ് സ്ക്വയറിൻ്റെ ഏരിയ ഇക്വേഷൻ. അത് 1250 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു നമ്മൾ. അപ്പോൾ A എന്ന് പറയുന്നത് √1250 ആണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാനും നിൽക്കേണ്ട, ഓപ്ഷൻ നോക്കിയിട്ട് അതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഓപ്ഷൻ 42.36 ആണ്. 40യുടെ സ്ക്വയർ തന്നെ 1600 വരും. അപ്പോൾ ഈ 42.36 അതിനേക്കാളും കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ 40ൻ്റെ അടുത്ത് നിൽക്കുന്ന വാല്യൂ ആണ് 38.57 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതും ഏതാണ്ട് 1600 അടുത്താണ്. നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെയുള്ള വാല്യൂ 32.10 ആണ്. 32.10 എന്ന് പറയുമ്പോൾ 30യുടെ സ്ക്വയർ എത്രയായി? 900 ആയി. അപ്പോൾ 32.10 അത്രയും അതിൻ്റെ അടുത്ത് നിൽക്കുന്നൊരു വാല്യൂ ആയിരിക്കും, 1000 റേഞ്ചിൽ നിൽക്കുന്ന വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ഓപ്ഷൻ മാത്രം ഒന്ന് ചെയ്തു നോക്കുക. കൺഫ്യൂഷൻ ആണെങ്കിൽ 32² ചെയ്യുമ്പോൾ നമുക്ക് 1024 ആണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ചൂസ് ചെയ്യാമല്ലോ. ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ ഡി, 35.36 ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15% ഓഫ് വിച്ച് നമ്പർ ഈസ് 12? അപ്പോൾ ഏത് നമ്പറിൻ്റെ 15% 12 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ അറിയത്തില്ല, നമ്മൾ അതുകൊണ്ട് നമ്പറിനെ എക്സ് ആയിട്ട് എടുത്തു. സോ എക്സിൻ്റെ 15% 12 ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്. നമ്മളപ്പോൾ പെർസെൻറ്റേജിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 15/100 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻറ്റു എക്സ്, അതാണ് എത്രയെന്ന് തന്നിട്ടുള്ളത്? 12 എന്ന് തന്നിട്ടുള്ളത്. സോ ഇവിടെ നിന്ന് എക്സ് എങ്ങനെ എടുക്കാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 12 × 100/15 എന്ന് വരും. സോ ഇത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് നമ്പർ 80 ആയിട്ടാണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെഗുലർ പോളിഗൺ ഹാവിങ് 10 ഈക്വൽ സൈഡ് ഈസ് കോൾഡ്. 10 ഈക്വൽ സൈഡുള്ള പോളിഗണെ എന്താണ് വിളിക്കുന്നതാണ്? ഈക്വൽ സൈഡ് ആണെങ്കിൽ നമ്മൾ റെഗുലർ പോളിഗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ പോളിഗൺ എന്ന് വെച്ചാൽ എന്താണ്? മോർ ദാൻ 2 സൈഡുള്ള ഷേപ്സിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് വിളിക്കുന്നത്. അതായത് മിനിമം നമ്പർ ഓഫ് സൈഡ് 3 ആയിരിക്കണം. സോ ട്രയാങ്കിൾ തൊട്ടാണ് ഒരു പോളിഗൺ ആവുന്നത്. അപ്പോൾ നമ്മൾ ഈക്വൽ സൈഡ് ആണെങ്കിൽ 3 സൈഡുള്ളതിനെ എന്താണ് വിളിക്കുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇനി 4 സൈഡ് ഈക്വൽ ആണെങ്കിൽ അത് സ്ക്വയർ ആയി. ഇനി 5 സൈഡ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? പെൻറ്റഗൺ ആണ്. ഈക്വൽ ആണെങ്കിൽ റെഗുലർ പെൻറ്റഗൺ എന്ന് പറയും. ഇനി അത് 6 സൈഡ് ആണെങ്കിൽ ഹെക്സഗൺ, അല്ലെങ്കിൽ ഈക്വൽ ആകുമ്പോൾ റെഗുലർ ഹെക്സഗൺ. 7 സൈഡ് ആണെങ്കിൽ ഹെപ്റ്റഗൺ, 8 ആണെങ്കിൽ ഒക്ടഗൺ, 9 ആണെങ്കിൽ നൊണഗൺ ആൻഡ് 10 ആണെങ്കിൽ ഡെക്കഗൺ എന്നാണ് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന 10 ഈക്വൽ സൈഡുള്ള റെഗുലർ പോളിഗണെ എന്താണ് വിളിക്കുന്നത്? സോ അത് ആൻസർ എന്തായിരിക്കും വരുന്നത്? ഡെക്കഗൺ ആയിരിക്കും ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ കോൺ ഈസ് ഡബിൾ ഓഫ് ഇറ്റ്സ് ബേസ് റേഡിയസ് ഇറ്റ്സ് ലാറ്ററൽ സൈഡ് ഈസ്. നമ്മൾ നേരത്തെ കോണിൻ്റെ വോളിയം സർഫസ് ഏരിയ ഒക്കെ കണ്ടുപിടിച്ചായിരുന്നു. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന ലാറ്ററൽ സൈഡാണ്. അവിടെ കുറച്ച് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോണിൻ്റെ ബേസ് റേഡിയസ് 6 ആയിട്ട് എടുക്കാം, ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് h ആയിട്ട് എടുക്കാം, ഈ സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ ലാറ്ററൽ സൈഡ് എല്ലായിട്ടും എടുത്തിരിക്കുകയാണ്. നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ കോണിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ബേസ് റേഡിയസിൻ്റെ ഡബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? h = 2r എന്ന് അവിടെ നിന്ന് എഴുതാൻ പറ്റും. ഇനി സ്ലാൻഡ് ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്ലാൻഡ് ഹൈറ്റ് ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ എങ്ങനെ വരും? √r² + h² വരും സ്ലാൻഡ് ഹൈറ്റ്. ഇനി h എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? h 2r ആണ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് √r² + 4r² എന്ന് കിട്ടി. അതെന്ന് പറയുന്നത് √5r² ആണ്. അപ്പോൾ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലിൻ്റെ വാല്യൂ എത്രയായിരിക്കും വരുന്നത്? L = അല്ലെങ്കിൽ ലാറ്ററൽ സൈഡ് = √5r. അടുത്ത ക്ലാസ് സെപ്റ്റംബർ 12 ഹൈഡ്രോളജി ആൻഡ് ഇറിഗേഷൻ്റെ ക്ലാസ് ആയിരിക്കും അന്ന് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.